ലൈറ്റിന്റെ ഗോഡ് ലോകത്തെ രക്ഷിക്കുവാനായിട്ട് 12 ഏഞ്ചൽസിനെ ഉണ്ടാക്കി. സോ ഗോഡ് ഓഫ് ലൈറ്റ് ഇതുപോലെ ഏഞ്ചൽസിനെ വെച്ച് ലോകമൊക്കെ രക്ഷിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഡാർക്ക്നെസ്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാർക്ക്നെസ് ആകട്ടെ തന്റെ ഉള്ളിൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ മനുഷ്യരുടെ ബോഡിക്ക് ഉള്ളിലേക്ക് കടത്തിയതിനു ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ഈവിൾ സ്പിരിറ്റ്സ് ആക്കി മാറ്റി. എന്നിട്ട് ഏഞ്ചൽസുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് വിട്ടു. എന്തായാലും ഹ്യൂമാനിറ്റിനെ രക്ഷിക്കുവാനായിട്ട് ആ ഒരു ഈവിൾ സ്പിരിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് എപ്പോഴും ഏഞ്ചൽസ് തന്നെയാണ് ജയിച്ചിട്ടുമുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു തവണ ഇതുപോലെ ഈവിൾ സ്പിരിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് എത്തിയതായിരുന്നു ഹേട്ടെ. പക്ഷെ ഹേട്ടയുടെ ഉള്ളില് ഈവിൾ സ്പിരിറ്റ്സ് കടക്കുകയും ഹേട്ടേനെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഡാർക്ക്നെസിന്റെ ഉപദേശപ്രകാരം സാമനും ഓഗിയും കൂടിയായിരുന്നു ഇതുപോലെ ഹേട്ടേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഹേട്ടേനെ ഒരു ഈവിൾ സ്പിരിറ്റ് ആക്കി മാറ്റിയതിനു ശേഷം 12 ഏഞ്ചൽസിന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു അവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനത്തെ യുദ്ധത്തിന്റെ സമയത്ത് ഹേട്ടയും തന്റെ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 4 ഏഞ്ചൽസിനെ ഇല്ലാതാക്കി. അങ്ങനെ ആ 4 ഏഞ്ചൽസ് പോയ വിഷമത്തിലായിരുന്നു ഹേട്ടേനെ ടൈസണും ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഫൈറ്റ് അവസാനിക്കുന്ന സമയത്ത് എല്ലാ ഇവിൾ സ്പിരിറ്റ്സിനെയും ഹെൽമൗത്തിനുള്ളിൽ അടച്ചിട്ടതിന് ശേഷം ഏഞ്ചൽസ് അവരുടെ തന്നെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഹെൽമൗത്തും സീൽ ചെയ്തു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഏഞ്ചൽസ് മനുഷ്യരുടെ രൂപത്തിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴാകട്ടെ ഡാർക്ക്നെസ് അതിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓരോരോ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടത്തിയതിനു ശേഷം ആ ഒരു മനുഷ്യരെ എല്ലാം തന്നെ ഈവിൾ സ്പിരിറ്റ്സ് ആക്കി മാറ്റുകയാണ്. കൂടാതെ ഒരു കുട്ടീനെ ഉപദ്രവിക്കുവാനായിട്ട് ഇതുപോലെ ഈവിൾ സ്പിരിറ്റ് ആയി മാറിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്കും മാൻബോക്കും ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ നിലവിൽ നടന്ന ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് 12ന്റെ ഫൈനൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ടൈസനോട് എന്റെ കയ്യിൽ ഒരുപാട് ശക്തിയൊക്കെ ഉണ്ട്, നീ കൂടി എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ ആർക്കും തടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈസനെ ക്യാൻവാസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു സാമിനും. ടൈസൺ എത്രയൊക്കെ ഇവിൾ സ്പിരിറ്റ്സിനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിലും സാവൻ വീണ്ടും വീണ്ടും ഓരോരോ ഇവിൾ സ്പിരിറ്റ്സിനെ ഉണ്ടാക്കിയിട്ട് ടൈസണുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് അയക്കുന്നു. അതിനിടയിൽ ടൈസണും പരുക്ക് പറ്റുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന 4 ഏഞ്ചൽസ് ബാക്കിയുള്ള ഏഞ്ചൽസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ടൈസണും സാമിന്റെ ആൾക്കാരെ ഒരുപാട് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സാമിന് ഇപ്പോൾ കൂടുതൽ പവർഫുൾ ആണല്ലോ. അങ്ങനെ ഇരിക്കെ സാമിന്റെ ഒരു കുത്തൊക്കെ കൊണ്ടിട്ട് ടൈസണും വീണു പോകുന്നു. ഇനി ഈവിൾ സ്പിരിറ്റ്സ് ആയി മാറിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാര് നേരെ ടൈസന്റെ ബിൽഡിങ്ങിന്റെ അടുത്തേക്കാണ് നടന്നു വരുന്നത്. നിലവിൽ ടൈസനെ വീഴ്ത്തിയത് കൊണ്ട് തന്നെ അടുത്തതായിട്ട് മിറിനെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു സാമൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതുപോലെ മിറിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ടാണ് സാമൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഓഗിയും ഇപ്പോൾ മിറിന്റെ രക്ഷയ്ക്കായിട്ടും എത്തുന്നു. അങ്ങനെ ഓഗിയും സാമനും തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പണ്ടത്തെ സാമൻ അല്ലല്ലോ ഇപ്പോൾ, അയാൾ കൂടുതൽ പവർഫുൾ ആണല്ലോ. എന്റെ കയ്യിൽ ഹേറ്റഡ് സോൾ സ്റ്റോൺസിന്റെ പവറും അതുപോലെ തന്നെ മിറിന്റെ ഡ്രാഗൺ സോളിന്റെ പവറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെക്കാളും പവർഫുൾ ഞാനാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഈവിൾ സ്പിരിറ്റ്സ് ആക്കി മാറ്റുവാനായിട്ടുള്ള അത്രത്തോളം ശക്തിയൊക്കെ എന്റെ കൈക്കലുണ്ട്. സോ നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമിനും ഓഗിയുടെ അടുത്തിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഓഗിയും ആ ഒരു ഫൈറ്റിൽ തോൽക്കുന്നു. നിലവിലുള്ള 4 ഏഞ്ചൽസ് ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഏഞ്ചൽസ് എങ്ങനെയൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും തന്നെ ബോധം കെട്ടൊക്കെ വീഴുന്നു. മിറിന്റെ അടുത്തായിട്ട് പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുവാനായിട്ടായിരുന്നു സാമിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മിറിനെ രക്ഷിക്കുവാനായിട്ട് ടൈസണും അതിന്റെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. ടൈസണും കാര്യമായി തന്നെ പരിക്ക് പറ്റുകയാണ്. പിന്നീട് ടൈസനെ വെട്ടുവാനായിട്ട് സമൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഓഗിയും അതിന്റെ നടുക്കായിട്ട് വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഓഗിക്ക് അവന്റെ ഒരു ചിറക് തന്നെ നഷ്ടപ്പെടുന്നു. പക്ഷെ സാമനും കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ഓഗിയെ കുത്തുകയാണ്. കൂടാതെ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓഗിയുടെ 2 ചിറകുകളും അവനും വലിച്ചൂരിയെടുക്കുന്നു. അങ്ങനെ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു മരണമായിരുന്നു ഓഗിക്കും ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് മിറിനും നോക്കി നിൽക്കുവാനായിട്ട് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. സോ മിറിനെ രക്ഷിക്കുവാനായിട്ട് ടൈസണും ഓഗിയും ശ്രമിക്കുകയും ഓഗി അതിൽ മരണപ്പെടുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ടൈസന് കൂടുതൽ ദേഷ്യം തോന്നിക്കുകയും ടൈസന്റെ പവേഴ്സ് ഒക്കെ വർദ്ധിക്കുകയും ആ ഒരു പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സാമിനുമായിട്ട് ടൈസൺ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ടൈസണും സാമിനെ തോൽപ്പിക്കുന്നു. സാമനും മരണപ്പെടുന്നു. അതിനുശേഷം സാമിന്റെ കയ്യിലുണ്ടായിരുന്ന മിറിന്റെ ശക്തികളെല്ലാം തന്നെ മിറിന്റെ ബോഡിയിലേക്കും തിരിച്ചെത്തുന്നു. തന്നെ രക്ഷിക്കുവാനായിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്ന ഓഗിനെ ഓർത്തുകൊണ്ട് മെറും ഒരുപാട് കരയുകയാണ്. ഇപ്പോൾ എല്ലാ ഏഞ്ചൽസും ഒന്നിച്ചു വന്നതിന് ശേഷം അവരുടെ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽമൗത്ത് അടയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡാർക്ക്നെസ് മാറി മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ വരുന്നു. ഏതൊക്കെ മനുഷ്യരുടെ ശരീരത്തിലായിരുന്നു ഇവിൾ സ്പിരിറ്റ്സ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ മാറിയിട്ട് അവർ നോർമൽ ആയിട്ടുള്ള മനുഷ്യരായി മാറുകയാണ്. മാൻബോക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും തന്നെ അവരെ ഒന്നും ചെയ്യാതേക്ക് അവിടെ നിന്നും പോകുന്നു. അതുകൂടാതെ ഒരു കൂട്ടം ആൾക്കാർ ടൈസന്റെ ബിൽഡിങ്ങിന് മുമ്പിൽ വരെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവർക്കും എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവർ അവിടെ എത്തിയതെന്നൊന്നും തന്നെ അറിയിക്കുണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ നേരത്തെ മരണപ്പെട്ടിട്ട് സാമൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈവിൾ സ്പിരിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന ആ 4 ഏഞ്ചൽസ് ഉണ്ടല്ലോ, അവരും ഇപ്പോൾ തിരികെ എത്തുകയാണ്. അവരും സാധാ ഏഞ്ചൽസ് ആയിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സിബ്ലിങ്സിനെയൊക്കെ കാണുന്ന ബാക്കിയുള്ള ഏഞ്ചൽസും ഒരുപാട് സന്തോഷിക്കുന്നു. സോ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാ ഏഞ്ചൽസിനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ടൈസണും ഇരിക്കുന്നു. ടൈസണും ഇപ്പോൾ ന്യൂസ് കാണുകയാണ്. നേരത്തെ ആകാശത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ് എല്ലാം തന്നെ മാറിയെന്ന രീതിക്ക് ന്യൂസ് വരുന്നു. അത് കൂടാതെ ഒരു ഓർഫനേജിന് മുമ്പിൽ ഒരുപാട് പണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ആ ഒരാളുടെ അടുത്ത് നന്ദി പറയുന്നുവെന്നുമുള്ള രീതിക്ക് ന്യൂസിൽ പറയുമ്പോഴത്തേക്കും താനായിരുന്നു ആ ഒരു പണം വെച്ചതെന്നൊക്കെ ഓർത്തുകൊണ്ട് ടൈസണും ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. രാത്രി ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന കാഞ്ചിയും ഇപ്പോഴാണ് ജോഗിങ്ങിന് വേണ്ടി എത്തിയത്. എന്തായാലും മാൽസുക്ക് നേരത്തെ തന്നെ ജോഗിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് ഒന്നിച്ച് ജോഗിങ്ങിനായിട്ടും പോകുന്നു. ഒരു റെസ്റ്റോറന്റിലേക്ക് കോൾ ചെയ്തിട്ട് അവരുടെ സ്പെഷ്യൽ ഫുഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന രീതിക്കായിരുന്നു ഡോണി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഡോണിയുടെ ഏറ്റവും വലിയ കമ്പനിക്കാരനാണ് ഹാനു. സോ ഹാനുവും ഡോണിയും കൂടി ഒന്നിച്ച് കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ചുകൊണ്ടും നടക്കുന്നു. ഹാനുവിന് ഇനിയും ഫുഡൊക്കെ മേടിക്കുവാനായിട്ട് പണം വേണമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പണമൊന്നും തരുവാനായിട്ട് പറ്റുകയില്ല. ആദ്യം നീ ചീഫിന്റെ അടുത്ത് പോയി സംസാരിക്കണം. ചീഫ് നമുക്ക് എല്ലാവർക്കും ഓരോരോ പണിയൊക്കെ തരും. നമ്മൾ ആ പണിയൊക്കെ പൂർത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ശമ്പളമൊക്കെ കിട്ടുക. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ടോണിയും ഹാനുവിനും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാസ്റ്റർ ആർ ജൂഡോളിന്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മാസ്റ്റർ ആറിന്റെ താല്പര്യമെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഒക്കെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൂഡോളും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മാസ്റ്റർ ആറിനും പറഞ്ഞു കൊടുക്കുന്നു. ആ കൂട്ടത്തില് മൊബൈൽ ഫോണിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൊബൈലിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്ന മാസ്റ്റർ ആർ മൊത്തത്തിൽ ഞെട്ടുകയാണ്. അങ്ങനെ ഇതൊന്നും തന്നെ വിശ്വാസം വരാതിരുന്നിട്ടുണ്ടായിരുന്ന മാസ്റ്റർ ആറിനെ വിശ്വസിപ്പിക്കുവാനായിട്ട് ഇതുവഴി വോൺസിങ്ങിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ചുവട്ടോൾ വോൺസിങ്ങിനെയും കോൾ ചെയ്യുന്നു. പക്ഷെ വോൺസിങ് വളരെയധികം ബിസി ആയിരുന്നു. അതായത് ഡിറ്റക്റ്റീവ് മരിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത ടൈസൺ ആകുവാനായിട്ട് വോൺസിങ്ങിന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടൈസൺ എത്ര വലിയ ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അത്രയ്ക്ക് വലിയ ജോലിയൊന്നും തനിക്ക് വേണ്ടായിരുന്നു. ഇത്രയും നാളും ഡിറ്റക്റ്റീവ് എന്തായിരുന്നു ടീമിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അവനും പറയുന്നു. അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ആകുവാനായിട്ടുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അവനും. മാനസുഖം അതൊക്കെ കേട്ടിട്ട് അവനെ സപ്പോർട്ടും ചെയ്യുന്നു. ലേഡീസ് ആയിട്ടുള്ള 2 ഏഞ്ചൽസും ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ മേടിക്കുകയാണ്. കാഞ്ചിക്കും അവർ ഒന്നിച്ചൊക്കെ ഉള്ളത് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഗ്യുംസോന്റെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈസണും ഇപ്പോൾ എല്ലാവർക്കുമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഇനി മെറിനെ കാണിക്കുമ്പോഴത്തേക്കും മെറും പുതിയ പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എങ്കിൽ പോലും അവൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കിയിട്ട് എങ്ങാനും ഓഗി അവളെ തേടി എത്തുന്നുണ്ടോ എന്നൊരു പ്രതീക്ഷയോടെ തന്നെ നോക്കുന്നുമുണ്ട്. കൂടാതെ ഇപ്പോൾ ബാങ്ക്ബോളിനെ കൂട്ടുവാനായിട്ട് ഏഞ്ചൽസ് എല്ലാം കൂടി എത്തുമ്പോഴത്തേക്കും ബാങ്ക്ബോളും നമുക്കെന്നാൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തായിട്ടും സംസാരിക്കുന്നു. സോ എല്ലാവരും തന്നെ ഒരുപാട് ഞെട്ടുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുപോലെ ബാങ്കുകൾ സംസാരിച്ചൊക്കെ അവരും കാണുന്നത്. ഗിംസണും മാൻബോക്കും കൂടി ചേർന്നിട്ടാണ് പുതിയൊരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഇവർ ഫുഡ് കഴിക്കുവാനായിട്ട് എത്തിയതും. അങ്ങനെ എല്ലാവരും തന്നെ അവിടെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ക്യൂംസിന്റെ ഫാമിലിയും അവിടെ എത്തുകയാണ്. ക്യൂംസിന്റെ പേരക്കുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്ന ടൈസണും കുട്ടിനെ എടുത്തൊക്കെ നോക്കുന്നു. അങ്ങനെ ആ ഒരു സീൻ അവിടെ കൊണ്ട് കട്ട് ആയതിനു ശേഷം മെറും ഇപ്പോൾ പണ്ടത്തെ ആ ഒരു കേവിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു ഇരുട്ട് അവളുടെ നേർക്കായിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നു. അതുപോലെ തന്നെ ടൈസനെ കാണിക്കുമ്പോഴത്തേക്കും ടൈസനും ഒരു ഫൈറ്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മാത്രമല്ല ടൈസന്റെ ബിൽഡിംഗ് മുഴുവൻ അലങ്കോലമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. കൂടാതെ ഈവിൾസിനെ ഡിറ്റക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു നെക്ലേസ് നിലത്ത് കിടക്കുന്നത് കാണിക്കുന്നു. ആ നെക്ലേസിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഈവിളിന്റെ പ്രസൻസ് ഒക്കെ അതിലും കാണിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഓഗുവിനെ കാണിക്കുമ്പോഴത്തേക്കും ഓഗയുടെ ഹേർട്ട് ബീറ്റ് നിന്നിട്ടില്ല എന്നും കൂടി കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഡ്രാമയുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.